Hello viewers, welcome to Rolls for YouTube channel. ഇന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സോഫ്റ്റി ഐസ്ക്രീം വെൻഡിംഗ് മെഷീൻസിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പല വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൽ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ളതാണ്. സോഫ്റ്റ് ഐസ്ക്രീം മെഷീൻസ് നമ്മുടെ നാട്ടിൽ വളരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഷോപ്പിംഗ് മാളുകളിൽ, തിയേറ്ററുകളിൽ ഒക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഈ ഒരു സോഫ്റ്റ് മെഷീൻസ് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ ഷോപ്പിൽ തന്നെ ഒരു മെനു ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സോഫ്റ്റ് മെഷീൻ ഉണ്ടെങ്കിൽ ആ ഒരു മെഷീൻസ് വെച്ചിട്ട് നമുക്ക് ക്ലബ് ചെയ്തുകൊണ്ട് മിൽക്ക് ഷേക്സ്, ജ്യൂസ് ഫ്ലോട്ട്സ്, നമ്മൾ മെക്ഡോണൽഡ്സും ബർഗർ കിങ്ങിലും ഒക്കെ നമുക്ക് കാണാം. പെപ്സിയില് ഫ്ലോട്ട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്ലോട്ട്സ് ആയിട്ട് ചെയ്യാം, നമുക്ക് ലൈക്ക് നോർമൽ ഐസ്ക്രീംസ് ആയിട്ട് ചെയ്യാം, മിൽക്ക് ഷേക്സ് ചെയ്യാം. അതുപോലെ തന്നെ വാഫിൾസുമായിട്ട് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും, പാൻകേക്സുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് മെനൂസ് നമുക്ക് ഈ ഒരു സോഫ്റ്റ് മെഷീൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ ആകെ മൊത്തം ഈ ഒരു ബിസിനസ് സാധ്യതയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഷോപ്പ് കോൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻസ് വെച്ചിട്ട് ഒരു ഐസ്ക്രീം പാർലറാണെങ്കിൽ വാഫിൾസുമായിട്ട് ക്ലബ് ചെയ്ത് ചെയ്യാൻ പറ്റും, പെപ്സി, കോക്ക് അങ്ങനത്തെ ജ്യൂസസ് ആയിട്ട് ക്ലബ് ചെയ്ത് ചെയ്യാൻ പറ്റും, നോർമൽ ഐസ്ക്രീംസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഒരു ഷോപ്പിലെ കോൺസെപ്റ്റിലേക്ക് പോകും. അതൊക്കെ തന്നെ നമ്മളിപ്പം ഫുട്ഫോൾസ് കൂടുതലുള്ള പാർക്സ്, ഷോപ്പിംഗ് മാളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഐസ്ക്രീംസ് മാത്രമായിട്ടാണ് സെല് ചെയ്യുന്നത്. കോണില് ഐസ്ക്രീംസ് മാത്രമായിട്ടാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഈ സോഫ്റ്റ് മെഷീൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹൈലി പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം വോളിയം എത്ര കൂടുതൽ ചെയ്യുന്നോ നമുക്ക് അത്രയും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് അതിൽ ജനറേറ്റ് ആവുകയാണ്. ഒരു 20 രൂപീസിനോ 25 രൂപീസിനോ ഒക്കെയാണ് നോർമൽ ഒരു കോൺ ഐസ്ക്രീംസ് നമ്മൾ സെല് ചെയ്യുന്നത്. സോഫ്റ്റ് മെഷീൻസ് നമുക്ക് മാർക്കറ്റിൽ പല ബ്രാൻഡിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ഉണ്ട്, ഇന്റർനാഷണലി ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ബ്രാൻഡുകളുണ്ട്. ഒരു 3 ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് പ്രൈസിംഗ് വരുന്ന ഇറ്റാലിയൻ മോഡൽസ്, കെപ്പജിയാനി, ടൈലർ പോലത്തെ മോഡലുകളുണ്ട്. ഇന്ത്യൻ മേക്ക് മോഡൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ നോർമൽ ഇമ്പോർട്ടഡ് മോഡൽസും വരുന്നുണ്ട്. നമ്മളതിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മോഡലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു പ്രൈസ് റേഞ്ച് പറയുന്നത് ഒരു 85,000 അല്ലെങ്കിൽ ഒരു 80,000 മുതൽ ഒരു 7 lakh rupees വരെയുള്ള പ്രൈസ് പോയിന്റിൽ മെഷീൻസ് അവൈലബിൾ ആണ്. നമ്മുടെ മെഷീൻസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് 1 lakh പ്ലസിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിലും കുറഞ്ഞത് ഇമ്പോർട്ടന്റ് മോഡൽസ് തന്നെ അതിലും കുറഞ്ഞ മോഡൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടും വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാർട്സിന്റെ ക്വാളിറ്റിയിലാണ്. മേജറായിട്ട് നമ്മൾ പറഞ്ഞാൽ അതിന്റെ ഗിയർ ചില മോഡൽസ് ഒക്കെ വരുന്നത്, കുറഞ്ഞ മോഡൽസ് ഒക്കെ വരുന്നത് പ്ലാസ്റ്റിക് ഗിയേഴ്സ് ആയിരിക്കും, മറ്റേതിൽ മെറ്റൽ ഗിയേഴ്സ് ആണ് വരുന്നത്. പിന്നെ മോട്ടറിന്റെ ക്വാളിറ്റി, അതിന്റെ വൈൻഡിങ് ക്വാളിറ്റി, പിന്നെ ബീറ്ററിന്റെ ക്വാളിറ്റി. ബീറ്റർ പ്യൂർലി പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ബീറ്ററും ഉണ്ട്, അതിൽ പ്ലാസ്റ്റിക്കും മെറ്റലും ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് മെറ്റൽ മാത്രമായിട്ട് വരുന്ന ബീറ്റർ ഉണ്ട്. സോ ആ ഒരു കൺസ്ട്രെയിൻസും ആ ഒരു വേരിയബിൾസിലാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ, ആ പ്രൈസിംഗിന്റെ ഡിഫറൻസ് മെയിൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് മെഷീന്റെ ബോഡിയിലുണ്ട്. ബോഡിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ബോഡി വരുന്നുണ്ട്, ബോഡിയിൽ യൂസ് ചെയ്തിരിക്കുന്ന നോർമൽ പൗഡർ കോട്ടഡ് ആയിട്ടുള്ള മെറ്റൽസ് വെച്ച് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന എയർ പമ്പ് ഫെസിലിറ്റി, ചിലതിൽ എയർ പമ്പ് ഉണ്ടാവില്ല. സോ അതാണ് ഈ ഒരു പ്രൈസ് കുറഞ്ഞത് തൊട്ട് കൂടുതൽ വരെ നിൽക്കുന്നതിന്റെ മെയിൻ ആയിട്ടും വരുന്നൊരു ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. ഈ ഫാക്ടേഴ്സിലാണ് വരുന്നത്. സോ ഇനി ഞങ്ങളുടെ മെഷീനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്ക് 2+1 ഫ്ലേവറിൽ, അതായത് 2 സെപ്പറേറ്റ് ഫ്ലേവർ, സിംഗിൾ ഫ്ലേവർ ഫോർ മിക്സ്, അങ്ങനെ 2+1 ഫ്ലേവറിൽ ഫ്ലോർ മോഡൽ മെഷീനാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൽ തന്നെ നമുക്ക് ടേബിൾ ടോപ്പ് മെഷീൻസും അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്ലോർ മോഡലാണ്. ഒന്ന്, നമുക്ക് എങ്ങോട്ടുണ്ടെങ്കിലും മൂവ് ചെയ്യാം, ഷോപ്പിന്റെ പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെക്കാം, നിങ്ങൾക്ക് ഒരു ഇവന്റിന് കൊണ്ടുപോകണമെങ്കിൽ പുറത്ത് കൊണ്ടുപോകാം. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഫ്ലോർ ടൈപ്പ് മോഡൽസ് തന്നെയാണ്. ടേബിൾ ടോപ്പ് മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൺ റിക്വസ്റ്റ് നമ്മൾ അതും സപ്ലൈ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് സിംഗിൾ കംപ്രസർ, ഡബിൾ കംപ്രസർ എന്ന 2 വേരിയന്റ് ആണ്. അതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സിംഗിൾ കംപ്രസർ മെഷീൻസിൽ ഒരു കംപ്രസറെ കാണുള്ളൂ, അത് നമ്മുടെ ഫ്രീസിങ്ങിന് വേണ്ടി ഐസ്ക്രീം മേക്കാൻ വേണ്ടി മാത്രം വരുന്ന കംപ്രസർ ആയിരിക്കും. വേറെ ഡബിൾ കംപ്രസർ മെഷീൻസിൽ നമുക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ 2 കണ്ടെയ്നേഴ്സ് കാണാം. ഈ കണ്ടെയ്നേഴ്സിലേക്കാണ് നമ്മൾ ഐസ്ക്രീംസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. സോ ഈ കണ്ടെയ്നേഴ്സിനും കൂടി കൂളിംഗ് വരാനായിട്ടുള്ളതാണ് ഡബിൾ കംപ്രസർ മോഡൽസ് എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നേഴ്സിന് കൂളിംഗ് വരുമ്പോൾ നമുക്ക് എന്താ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, നമ്മുടെ ഐസ്ക്രീമിന്റെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി സിംഗിൾ കംപ്രസറിനെക്കാട്ടിലും ഡബിൾ കംപ്രസർ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടെയ്നറിൽ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഐസ്ക്രീംസിന്റെ ആ ഒരു ബേസ്, ആ ഒരു ചിൽഡ്
ടെമ്പറേച്ചർ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഈ ഒരു മെഷീന്റെ ടോട്ടൽ പ്രോസസ്സിനെയും കുറച്ച് പ്രൊഡക്ഷനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് വിടുന്ന ഒരു പ്രൊസീജിയറാണ് ഡബിൾ കംപ്രസർ മോഡൽസിൽ വരുന്നത്. പിന്നെ അതിൽ നമുക്ക് മെഷീൻസിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഇതാണ് മെയിൻ ഹെഡ് വരുന്നത്. 3 ഔട്ട്ലെറ്റ് വരുന്നു. ഇതിൽ നമ്മൾ പ്രസ് ചെയ്താണ് നമ്മൾ ഐസ്ക്രീംസ് ഇതിൽ റിലീസ് ചെയ്തെടുക്കുന്നത്. ഇത് ഇതിന്റെ ഡ്രിപ്പ് ട്രേ ആണ്. പിന്നെ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 2 കോൺ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. മെഷീന്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും കോൺ ഹോൾഡേഴ്സ്. ഇൻ അഡീഷൻ നമ്മൾ ഈ മെഷീൻസിലെല്ലാം നമ്മളൊരു സ്പെയറിന്റെ കിറ്റ്, അതായത് ബേസിക് ആയിട്ട് ഇതിൽ വരുന്ന വാഷേഴ്സ്, അതിന്റെ സ്ക്രൂസ്, അതിന്റെ ഒരു സ്പെയർ പാർട്സ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് ഇൻ ടേംസിൽ നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിത്തൗട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു സ്പെയർ കിറ്റ്. സോ ഇനി നമുക്ക് നമ്മുടെ മെഷീന്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെഷീനിൽ നമുക്ക് ടോപ്പിൽ വരുന്ന 2 ടാങ്കാണ് വരുന്നത്, ഹോപ്പർ ടാങ്ക് എന്ന് പറയും. ഇത് 2 ടാങ്കിന്റെ കപ്പാസിറ്റി 5 ലിറ്റർ പ്ലസ് 5 ലിറ്റർ ആണ് നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. മെഷീന്റെ റേറ്റഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 ലിറ്റർ പെർ അവർ ആണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഒരു പെർ കോണിന്റെ കൗണ്ടിലേക്കൊക്കെ നോക്കിയാൽ നമ്മൾ ഒരു ആവറേജ് ഒരു 100 ml to 150 ml ഐസ്ക്രീം ആണ് നമ്മൾ ഡിസ്പെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു 100 to 150, 100 തൊട്ട് 150 നമ്പർ വരെ കോൺസ് നമുക്കൊരു അവർലി നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മളിപ്പോൾ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുത്താൽ നമുക്കൊരു അറ്റ് എ സ്ട്രെച്ചിൽ ഒരു 5 to 10 കോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കോൺസിക്യൂട്ടീവ്ലി 1 by 1 ആയിട്ട് നമ്മൾ എടുത്താൽ, മറിച്ച് നമ്മളൊരു പ്രോപ്പർ ഒരു 1 മിനിറ്റിൽ ഒരു 3 or 4 വെച്ച് എടുത്താലും നമുക്ക് ഈ ഒരു 100 to 150 നമ്പേഴ്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അതിന്റെ ഒരു കോസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മൾ ഇതിന് മെയിൻ ആയിട്ടും വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഐസ്ക്രീം പ്രീമിക്സ് ആണ്. സോഫ്റ്റി പ്രീമിക്സ് പൗഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് പല ബ്രാൻഡിലും പല കോസ്റ്റിലും നമുക്ക് അവൈലബിൾ ആണ്. 1 kg പാക്കറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അത് 1 kgയിൽ നമ്മൾ മിൽക്കാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. 1 kg പാക്കറ്റ്സിൽ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്ലെൻഡ് ചെയ്താണ് നമ്മൾ ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ ഒരു കോസ്റ്റിംഗ് പറഞ്ഞാൽ നമുക്ക് പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ഒരു 80 rupees per kg ടു ഒരു 700 rupees per kg വരെയുള്ള ക്വാളിറ്റിയിൽ നമുക്ക് പ്രീമിക്സസ് അവൈലബിൾ ആണ്. സോ നമ്മളൊരു 200 rupeesന്റെ ഒക്കെ ഒരു ആവറേജ് ഒരു ബെറ്റർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെ പറയുള്ളൂ. 200 rupees ഒക്കെ പെർ kg വരുന്നൊരു പ്രീമിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളൊരു കോണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിറ്റ്വീൻ 8 രൂപ മുതൽ 13 രൂപ വരെയുള്ള ഒരു കോസ്റ്റിംഗിലായിരിക്കും നമ്മുടെ ഒരു ഐസ്ക്രീം കോണിന്റെ കോസ്റ്റിംഗ് ആ ഒരു പ്രൈസിലായിരിക്കും വരുന്നത്. ബിറ്റ്വീൻ 8 and 13 ആയിരിക്കും നമ്മുടെ കോസ്റ്റിംഗ് വരുന്നത്. ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ നോർമലി നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഒരു 20-25 റേഞ്ചിലാണ് സെല് ചെയ്യുന്നത്. സോ ഒരു 100% തന്നെ നമുക്ക് മാർജിൻ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രീമിക്സ് വി യൂസ്. നമുക്ക് പ്രീമിക്സ് ഇതിപ്പം പൗഡർ ആണ്. പൗഡർ അല്ലാതെ ലിക്വിഡ് പ്രീമിക്സസും നമ്മൾ ചെയ്യുന്നുണ്ട്. ലിക്വിഡ് പ്രീമിക്സസും നമുക്ക് അവൈലബിൾ ആണ്. അതും ഈ ഒരു പ്രൈസിംഗ് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അതിന്റെ കോസ്റ്റിംഗ് നോക്കിയാൽ ഒരു 15-18 രൂപയൊക്കെ നമുക്ക് ഒരു കോണിന് കോസ്റ്റ് വരും നമ്മൾ ലിക്വിഡ് പ്രീമിക്സ് യൂസ് ചെയ്തിട്ട്. പൗഡർ ആണെങ്കിൽ നമ്മൾ പൗഡർ വിത്ത് മിൽക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ലോഡ് ചെയ്യാനായിട്ട്. സോ നമ്മൾ സോഫ്റ്റി വെൻഡിങ് മെഷീൻസിന്റെ ഇപ്പോൾ ഒരു സീസൺ ടൈം ആണ്. നമ്മൾ വളരെ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഒക്കെ നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇൻ അഡീഷൻ നമ്മളിപ്പോൾ ഓൺ സൈറ്റ് നമ്മൾ മെഷീൻസ് നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നമ്മൾ ഫുൾ ഡെമോ, ഇതിന്റെ ഐസ്ക്രീം ലോഡിങ് തൊട്ട് അതിന്റെ ക്ലീനിങ് വരെയുള്ള ഡെമോസ് നിങ്ങൾക്ക് ഓൺ സൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. സോ മെഷീൻസ് വേണ്ടവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മെഷീൻസ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഷോപ്പിൽ വന്നാൽ നേരിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഓൺ സൈറ്റ് നമ്മൾ വിത്ത് ഡെലിവറി ഇൻസ്റ്റലേഷൻ എല്ലാം തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓൺ സൈറ്റ് സർവീസ്, മെഷീൻ എന്ത് ഇഷ്യൂസ് വന്നാലും ഓൺ സൈറ്റ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഷീൻസിന് 1 year വാറണ്ടി ആണ് വരുന്നത് ഫോർ കംപ്രസർ ആൻഡ് ഇലക്ട്രോണിക് പാർട്സ് എല്ലാത്തിനും തന്നെ. നമുക്ക് ഇതിന്റെ ഒരു ഫുൾ വർക്കിംഗ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വർക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം. ഐസ്ക്രീം മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ മേക്കിങ്ങും ഇതിന്റെ കൺട്രോൾസിനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മെഷീൻസ് വാങ്ങാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. I got the horses in the back, horse stock is attached.